ഈസ് നൈസ്, ബട്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ എന്താ അവിടെ കൊടുത്തെന്നുള്ളത് എനിക്ക് അറിയൂല. ഡിസേർവ് ചെയ്യാത്ത രണ്ടുപേരെ പറയുമ്പോൾ ഒന്നത് ഋഷിയാണ്, ഞാൻ വേഴ്സസ് ബാക്കി 19 പീപ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ജാസ്മിൻ അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരേ രീതിയിൽ എന്റെ ഒപ്പോണന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഗെയിം കളിച്ചത്. ജിൻഡോ കപ്പടിച്ചതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷമാണ് നോറയ്ക്കുള്ളത്. 91 ഡേയ്സിൽ എന്റെ ഗെയിം തീർന്നു. അതിൽ ആര് ജയിച്ചാലും മനസ്സറിഞ്ഞ് ഞാൻ അതിൽ ഞാൻ ഹാപ്പി. ഓക്കെ, ജിൻഡോ ചേട്ടനാണെങ്കിൽ ഓക്കെ. പലരും പലതും പറയുന്നുണ്ട്, അതൊക്കെ കേട്ട് നിൽക്കുകയാണെങ്കിൽ ലൈഫ് മുന്നോട്ടേക്ക് പോകില്ല. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. സോ അവിടെ പറയുന്ന കാര്യം ഞാൻ ഇത് കൂടെ കേട്ട് ഇത് കൂടെ ഒഴിവാക്കി ആ ഒരു രീതിയിലായിരുന്നു. ജിൻഡോ ചേട്ടന് എന്തുകൊണ്ടാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനല്ലല്ലോ വോട്ട് ചെയ്ത്. അതിന് മേലൊരാളെന്ന് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും. എനിക്ക് ഞാനായിരിക്കും. എനിക്ക് പുറത്ത് ഇറങ്ങിയ സമയത്ത് ഫാൻ ബേസ് കൂടുതൽ കേറിയിട്ടുള്ളത് അർജുനായിട്ടാണ് തോന്നിയത്. PR-ന് അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് വെറുതെ അവിടെ ഇരുന്നാല് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അവരുടെ അടുത്തുനിന്ന് കൊടുക്കണം. ശരിക്കും അത്രയും ഇമോഷണൽ ആയിട്ട് വീക്കായി പോയതുകൊണ്ടാണോ അതല്ലെങ്കിൽ സെൻസിറ്റീവ് ആണ്? ഞാൻ കരച്ചിലിനെ ആ വീട്ടിൽ ആരൊക്കെ കരഞ്ഞിരുന്നിട്ടുണ്ടോ അപ്പൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി. ഈവൻ ജാസ്മിൻ കരഞ്ഞിരിക്കുന്ന സമയത്താണെ പോലും ഞാൻ അവളെ കൂടെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സിറ്റിൽ ഇന്ന് നോറ. നമസ്കാരം. ഈ ചിരി എപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ചിരിയാണ് മെയിൻ പ്ലസ്. ചില സമയങ്ങളൊക്കെ ഈ ചിരി അസ്ഥാനത്തായിട്ട് പോണ പോലെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇറങ്ങി കഴിഞ്ഞിട്ട് കാണുമ്പോ ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ആ പറഞ്ഞു ഒഴിക്കാൻ ചിരിയാ പോയി. എന്റെ ചിരി പോയിന്നാണോ? അത് നിങ്ങളെ തോന്നലാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എവിടേക്കോ ബിഗ് ബോസിനകത്ത് നിന്നുള്ള രീതിയിലേക്ക് ഈ നോറയുടെ ചിരി രണ്ട് വശവും പറഞ്ഞിട്ടുണ്ട് അല്ലെ? എപ്പോഴും ചിരിച്ചുകൊണ്ട് കൂളായിട്ട് നേരിടുന്ന ഒരാളാണ്. ഇതിനൊപ്പം തന്നെ അതിന്റെ ഒരു മറുവശം എന്നോളം ചില സാഹചര്യങ്ങളിൽ എവിടേക്കോ അത് ചിരിച്ചുകൊണ്ട് ഒരുപക്ഷെ അത് ഒരു പുച്ഛ മനോഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സീരിയസ് സംഭവങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എഴുതി തള്ളിയ ഒരാളാണെന്നുള്ള രീതിക്കും പറഞ്ഞേക്കാം. കേട്ടിട്ടുണ്ടോ അതിങ്ങനെ? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ലൈക്ക് അവിടെ പലരും പലതും പറയുന്നുണ്ട്, അതൊക്കെ കേട്ട് നിൽക്കുകയാണെങ്കിൽ ലൈഫ് മുന്നോട്ടേക്ക് പോകില്ല. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. സോ അവിടെ പറയുന്ന കാര്യം ഞാൻ ഇത് കൂടെ കേട്ട് ഇത് കൂടെ ഒഴിവാക്കി ആ ഒരു രീതിയിലായിരുന്നു. ഈ അഭിപ്രായം അതിനുള്ളിൽ കേട്ടു. പുറത്തു വന്ന സമയത്ത് കണ്ടിരുന്നോ ചിരിക്കുന്നതോ? ബിഗ് ബോസ് ഷോ കണ്ടിരുന്നു. കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയാ ഓഡിയൻസിന്റെ അടുത്ത് നല്ലൊരു അംഗീകാരം കിട്ടിയൊരു ഫീൽ കിട്ടിയോണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഞാൻ ടോട്ടൽ ഹാപ്പിയാണ്. അപ്പം ഈ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അംഗീകാരം കിട്ടിയെന്ന് പറയുമ്പോഴും നോറ പക്ഷെ ഇപ്പോഴും അതിനകത്തെ കണ്ടസ്റ്റൻസിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ആണ്. വിന്നർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? വിന്നർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ 5 പേരിൽ ആര് ജയിക്കുകയാണെങ്കിലും അത് അവർ അർഹിക്കുന്ന കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് ഒരുപോലെയാണ്, ആർക്ക് കിട്ടിയാലും. പിന്നെ എന്നോടൊരു അതിൽ ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണം പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യാം. ദാറ്റ് ഡസന്റ് മീൻസ് അവർ തന്നെ വിന്നർ ആവണം എന്നില്ല. സോ അങ്ങനെയുള്ളൂ. സോ ആ രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക് ഉത്തരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു അവരായിരുന്നു ആകാൻ അർഹനായിരുന്നോ അല്ലെങ്കിൽ ആയിരുന്നോ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കുമ്പോൾ അവിടെയാണ് എതിരഭിപ്രായം വരുന്നത് നോറയ്ക്ക്? അങ്ങനല്ല, എന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ട് ഞാൻ പല ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോ ഞാൻ വേറെ കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻസ് മറ്റേ ആൾ അർഹത ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ആ ഒരാള് അർഹത ഇല്ലാത്തതാണെന്ന് ഞാൻ എവിടെയും സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടില്ല. ഇത് എവിടെയാ എന്താ തോന്നുന്നത്? ഇത് ഇവര് ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവര് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ്, ഇതിന് മേലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, ഇതാണ് വ്യത്യാസം തോന്നുന്നത്? അങ്ങനെയല്ല, അതിന് മേലൊരാളെന്ന് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും. എനിക്ക് ഞാനായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ എന്നുള്ളത് ആർക്ക് കിട്ടിയാലും ഒരുപോലെ എന്നുള്ള രീതിയിലാണ് എന്റെ മൈൻഡ് സെറ്റിൽ. പക്ഷെ അതിൽ ചൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് തമ്മിൽ ഭേദം തൊമ്മൻ പോലെ ഞാൻ ഒരാളെ ചൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്നർ ആയിരുന്ന ആള് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന സമയത്ത് വരുമ്പോ ആ പെട്ട തമ്മിലൊക്കെ നോറയുണ്ട് അല്ലെ? അപ്പൊ അതിലും ഭേദമാണ് ആ
തൊമ്മൻ. ഡേയ്സിൽ ഞാൻ പോയല്ലോ. 91 ഡേയ്സ് എന്റെ ഗെയിം കഴിഞ്ഞു. എന്റെ ഗെയിം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ ഗെയിമിലുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ശരിക്കും അതുവരെയുള്ള തമ്മിൽ ഭേദമല്ല പറഞ്ഞ അല്ലെ? അതുവരെ തമ്മിൽ ഭേദം പറഞ്ഞാൽ നോറ വെട്ടു എന്നുള്ളത് ഉറപ്പാണ് അല്ലെ? അതിൽ തൊമ്മനാണ് ജിൻഡോ എന്നുള്ളത്. പക്ഷെ അതല്ല, ടോപ്പ് 5 വരുമ്പോൾ ഒരു കാര്യത്തിലാണോ പറഞ്ഞത് ഇങ്ങനെ അത്തരത്തില് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടോ അല്ല, പക്ഷെ ഉള്ളതിൽ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കൊടുത്തു, അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങനല്ല, ജിൻഡോ ചേട്ടന് എന്തുകൊണ്ടാ കൊടുത്തതെന്നുള്ള നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനല്ലല്ലോ വോട്ട് ചെയ്തത്. ഒരു പ്രേക്ഷക എന്ന നിലയിലും കാണുന്നുണ്ടാവില്ലേ അല്ലേ പുറത്തിറങ്ങുന്ന സമയത്ത് എന്നുള്ള രീതിയിലേക്ക്? പുറത്തിറങ്ങിയിട്ട് ഞാൻ എപ്പിസോഡ്സ് കണ്ടിരിക്കാൻ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. നേരത്തെ കുറച്ച് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പാർട്ടാ കണ്ടത്, പക്ഷെ അല്ലാതെ കഴിഞ്ഞിട്ടുള്ള പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഈ എവിടേക്കോ അതിൽ ഏറ്റവും രീതിയിൽ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനായിരുന്നു വിന്നർ എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് വിന്നർ ആയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഒന്ന് സ്വയം വിലയിരുത്തിയിരുന്നു. ഞാൻ എന്തുകൊണ്ടായിട്ടില്ല ചോദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി പ്രിപ്പയർഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഓൾറെഡി അവിടെ ലൈക്ക് എനിക്കാണെങ്കിൽ ബിഗ് ബോസിനെ പറ്റി ഒരുപാട് അറിവ് ആയിട്ട് പോയ ഒരാളല്ലായിരുന്നു ഞാൻ. എനിക്ക് വെരി ലിമിറ്റഡ് ആയിട്ട് ബിഗ് ബോസിനെ പറ്റി അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പല കാര്യങ്ങളും ഈവൻ ഇൻക്ലൂഡിങ് PR വർക്ക് പോലും ചെയ്തിട്ട് പോവാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് അവിടെ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. PR ചെയ്യാൻ മീൻസ് പ്രൊമോഷൻസ് ചെയ്യാം. പ്രൊമോഷൻസ് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണെങ്കിലും അത് നല്ലതാണല്ലോ. നല്ലതാണ് ഏത് രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും. സോ അത്തരത്തില് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാതെ പോയ ഒരാളെ നോറ എങ്കിൽ പോലും ഒരു 90 ഡേയ്സോളം അല്ലെ പ്ലസ് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. വിന്നർ ആയ ഒരു PR വർക്ക് ചെയ്തുകൊണ്ടാണ് അവർ നിന്നേ എന്നും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ തന്നെ, ജിൻഡോ ചേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ആ ചേട്ടൻ തമാശക്ക് പറഞ്ഞതാണോ സീരിയസ് ആയി പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് PR വർക്ക് ചെയ്തിട്ടുണ്ട്, ചേട്ടനും പറഞ്ഞു. അപ്പൊ റിസൾട്ട് നോക്കുന്ന സമയത്തും അതുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിറ്റി എന്താന്നുള്ളത് ഞാനല്ല, ജിൻഡോ ചേട്ടൻ. ശരിക്കും ഇത്രത്തോളം ഒരു പുറത്തു വരുമ്പോ ഒരു ഫാൻ ബേസ് ഇവർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അല്ലെ? എനിക്ക് പുറത്ത് ഇറങ്ങിയ സമയത്ത് ഫാൻ ബേസ് കൂടുതൽ കേറിയിട്ടുള്ളത് അർജുനായിട്ടാ തോന്നിയത്. ആണ്. ബാക്കി ജിൻഡോനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് കണ്ടിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയ അർജുനാണ് കൂടുതൽ ഫാൻ ബേസ്. അങ്ങനെ ഫാൻ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ അത് PR വർക്ക് കൊണ്ടാണോ? അത് എനിക്കറിയില്ലല്ലോ. ലൈക്ക് ഈ ജിൻഡോ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അതിനെ പറ്റി അറിയുന്നത്, അല്ലാതെ ബാക്കി കേസസ് ഒന്നും. ഇവരെ എവിടെയെങ്കിലും ഈ കണ്ടസ്റ്റൻസ് നിൽക്കുന്നതിന് അവരത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോറ തന്നെ മുമ്പ് നോറയുടെ വാക്കുകളുണ്ട് അവരെ നിൽക്കുന്ന നിലനിൽപ്പിന് ഇത് ഭയങ്കരമായിട്ട് PR വർക്ക് സഹായമായിട്ടുണ്ട് എന്നുള്ളത്. സഹായമായിട്ടുണ്ട്. സോ അപ്പൊ അവരുടെ കഴിവിലോ സ്കില്ലിലോ അല്ല കാര്യം. ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിലോ മത്സരാർത്ഥിയിലോ ഒരു ഗെയിമർ എന്ന രീതിയിലല്ലോ PR വർക്കാണ് കുറെ കൂടി ഇമ്പോർട്ടൻസ്. PRന് കുറെ കൂടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ PRന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് വെറുതെ അവിടെ ഇരുന്നാല് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അവരുടെ അടുത്തുനിന്ന് കൊടുക്കണം. എന്നാൽ കൂടെ രണ്ടും കൂടി എല്ലാം കൂടി കൂട്ടിക്കുവച്ചാല് സോ അത്തരത്തിലൊരു വിന്നർ ആവുന്ന സമയത്ത് ഒരു PR വർക്ക് കൂടി ഉള്ള സപ്പോർട്ടും കൂടിയാണ് വിന്നർ ആവുന്നുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും ഒരു നീതികേടോ ശരികേടോ തോന്നുന്നുണ്ടോ? അത് ഇത് ജനവിധി പ്രകാരം വരുന്നൊരു എന്താ പറയാ റിസൾട്ട്. അപ്പൊ പിന്നെ ജനങ്ങൾ തീരുമാനിക്കാണ് ആ ഒരാളെ വിന്നർ ആക്കണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിൽ കൂടുതൽ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ചോദ്യം അതല്ലായിരുന്നു. ഇപ്പൊ അവിടെ ഒരു ഗെയിമറായിട്ട് നിൽക്കുമ്പോഴും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴും ഇത്ര ദിവസം നിന്ന് അത് വിന്നർ ആവുമ്പോ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ PR വർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് എത്താൻ ഇത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗെയിമർ എന്ന രീതിയിൽ വരുമ്പോ തെറ്റായി തോന്നുന്നുണ്ട്, ശരിയേടായി തോന്നുന്നു. ഐ മീൻ ശരിയല്ല, ഒരു നീതികേട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 91 ഡേയ്സിൽ അതിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പിന്നെ അതിനെ പറ്റി ലൈക്ക് അവിടെ എന്താണ് ലൈക്ക് അത് ഫെയർ ആയോ അൺഫെയർ ആയോ ഇങ്ങനത്തെ ഇതിനെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ആ ഒരു ജേർണിയിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ ഇറങ്ങി അവിടെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങിയ ഒരാളാണ്. അപ്പൊ പിന്നെ എനിക്ക് അതിനപ്പുറത്തേക്ക് അതിലൊന്നും പറയാനില്ല. അതിനുശേഷം ആര് വിന്നർ ആവുന്നു അല്ലെങ്കിൽ ആര് ടോപ്പ് 5 നിൽക്കുന്നു എന്നുള്ളതും നോറെ ബാധിച്ചിട്ടില്ല. ഇല്ല ബാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബാധിക്കാത്ത ഒരാൾ നേരത്തെ പറഞ്ഞത് അത്രത്തോളം ഡിസേർവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആളല്ല വന്നത്, അല്ലെങ്കിൽ തമിഴ് ഭേദം തൊമ്മനാണ് വിന്നർ ആയെന്നുള്ള അത് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ആൻസർ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും വിന്നറെ അറിഞ്ഞിട്ടുണ്ട്. വിന്നറെ എന്തൊക്കെയായിരുന്നു ടോപ്പ് 5 കൃത്യമായിട്ട് ബോധ്യം നോറയ്ക്ക് ഉണ്ടായിരുന്നു. കൃത്യമായ ബോധ്യം എന്നല്ല, നിങ്ങളിപ്പം അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ ഉള്ള ആളുകൾ അറിയാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് തമ്മിൽ ഭേദം തൊമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ഒരാളെ ചൂസ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്താ ഇന്നാളെന്നില്ല. 91 ഡേയ്സിൽ എന്റെ ഗെയിം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് എല്ലാവരും ഈക്വലി ആണ്. അവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും എല്ലാം എനിക്ക് ഈക്വൽ. ബിക്കോസ് എന്റെ ജേർണി അവിടെ ഫിനിഷ് ആയി. പിന്നെ ഞാൻ എന്തിനായാലും ബോധേഡ് ആവുന്നത്. ഈ ഇത്ര ദിവസം നിൽക്കുമ്പോഴും ഈ പുറത്താവുമ്പോഴും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല
പോകുന്നുള്ളത് നോറ? ഞാൻ ഫസ്റ്റ് വീക്ക് മുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഇത് എങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാ, അതും ഇത്രയും കുറച്ച് ഡേയ്സിൽ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടോ, ഇതിനെ പറ്റിയൊന്നും എനിക്ക് അറിയൂലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഫസ്റ്റ് വീക്ക് മുതൽ എല്ലാ ആഴ്ചയും ഞാൻ ഇപ്പം പോവും ആ രീതിയിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. നന്നായി ബാധിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കും ഞാൻ ഒരു പർട്ടിക്കുലർ ടൈം വരെ എനിക്ക് തോന്നുന്നു ഒരു 3-4 വീക്സ് ഞാൻ കുറെ കരഞ്ഞു കുത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. ബിക്കോസ് എനിക്ക് എന്റെ കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ ഞാൻ ഔട്ടായി പോകുന്നുള്ള ഇൻസെക്യൂരിറ്റീസ് എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ആയ ശേഷം ഞാൻ അതിനെ പറ്റിയൊക്കെ അതൊക്കെ നെവർ മൈൻഡ് അടിച്ചിട്ട് ഞാൻ ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ആ ഒരു റിസൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ മുന്നോട്ടേക്ക് കരച്ചിൽ ശരിക്കും അത്രയും ഇമോഷണൽ ആയിട്ട് വീക്കായി പോയതുകൊണ്ടാണോ അതല്ലെങ്കിൽ സെൻസിറ്റീവ് ആണ് അത്? ഇപ്പം നമ്മള് എന്താ പറയാ, ഇന്ന ഓഡീഷനിലേക്ക് ഇവരിങ്ങനെ എടുക്കുന്ന സമയത്താണെങ്കിലും അവർ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവര് കരയുന്ന ഒരാളാ വെച്ചിട്ട് അവരെന്നെ എടുക്കാതിരുന്നിട്ടില്ലായിരുന്നു. ലൈക്ക് കരയുന്ന ഒരു തെറ്റായിട്ടോ അങ്ങനെ എടുക്കുന്ന അങ്ങനൊന്നുമില്ല. അത് ജസ്റ്റ് നമ്മളെ ഒരുപാട് ഇമോഷൻസിലുള്ള ഒരു ഇമോഷനാണ് കരയുന്നത്. കരഞ്ഞ് അവിടെ തീർന്നല്ല. അത് ഞാൻ കരഞ്ഞോണ്ട് 24 hours കരയാൻ മുല്ലപ്പെരിയാർ ഡാം ഒന്നല്ലല്ലോ എന്റെ കണ്ണ്. അപ്പൊ ഞാൻ കരയുന്നു, അത് അവിടെ തീരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതുമല്ല എല്ലാരും ഫോക്കസ് ചെയ്യുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കരച്ചിൽ ഒരു മോശം കാര്യമാണോ? അല്ല. അല്ല. കരയുന്നവര് മോശക്കാരാണോ? അല്ല. ഒരു കരച്ചിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അത് ഒരു പ്യുവർ ഇമോഷൻ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നോർ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ വീക്ക് ആയിട്ട് ഒരാൾ? ഇമോഷണലി വീക്ക് അല്ല, ഇമോഷണൽ ആണ്. സോ അത്തരത്തില് അത്രയും ഇമോഷണൽ ആയ മറ്റു ആളുകളും കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ആ സിറ്റുവേഷനിൽ അവർ കരഞ്ഞു പോയിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ജാസ്മിന്റെ കരച്ചിലിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഒരു മോശമായിട്ട് ഞാൻ എവിടെ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഇല്ല ഞാൻ അവളെ കരച്ചിലിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ കരച്ചിൽ റിയൽ ആയിരുന്നെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ആള് മേക്കപ്പ് സെറ്റായി വരും എന്നുള്ളത്. കരച്ചിലിനെ പറ്റിയല്ല ഞാൻ അവിടെ പറഞ്ഞത്. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല എന്നാ പറയാം. ലൈക്ക് അതാണോ ഇതാണോ എന്താണ് അവിടെ ഉണ്ടായത്? ബിക്കോസ് അതിനെ പറ്റി ഇപ്പോഴും പുറത്തൊരു ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ലല്ലോ, എന്താണ് അതിന്റെ ഉള്ളിൽ നടന്നത്. സോ അതിന്റെ ഒരു ഡൗട്ട് എന്നല്ലാതെ ഞാൻ കരഞ്ഞതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യല്ലേ ചെയ്തത്? കരഞ്ഞതിന് ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല. വിഷമായിട്ടുള്ള ഒരാളായിരുന്നു. ഇല്ല ഞാൻ കരച്ചിലിനെ ആ വീട്ടിൽ ആരൊക്കെ കരഞ്ഞിരുന്നിട്ടുണ്ടോ അപ്പൊക്കെ ഞാൻ അവരുടെ കൂടെ പോയി. ഈവൻ ജാസ്മിൻ കരഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അവളെ കൂടെ ഉണ്ടായിട്ടേ ഉള്ളൂ. അത് നിങ്ങൾ ടോട്ടൽ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ കരഞ്ഞിരുന്ന സമയത്ത് ഞാൻ അവളെ കൂടെ ഉണ്ടായിട്ട്. അങ്ങനെയുള്ള വിഷമങ്ങളിൽ പിന്നെ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ ചിരിക്കാറില്ല. തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഞാൻ ആണെങ്കിൽ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് ഞാൻ അതിനെ കാണല്. അപ്പൊ ഈ ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണോ അടി ഉണ്ടാക്കുന്നത് ആലോചിച്ചിട്ട് എനിക്ക് ഈവൻ അവിടെ എന്താ പറയാ, ഒരു തവണ മഞ്ഞുമൽ ബോയ്സ് ഫിലിം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഫിലിം കാണണ്ടെന്ന് പറഞ്ഞ് കുറെ ഇതാക്കിയിരുന്നു. ബിക്കോസ് ഞാൻ അപ്പോഴും റീപ്ലേസ് ചെയ്ത് അതില് അതിന് വീഴുന്ന ഞാൻ ലൈക്ക് അങ്ങനെ ഞാൻ റീപ്ലേസ് ചെയ്ത് അങ്ങനെ കാണുന്ന ഒരാളായോണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, ലൈക്ക് ഈ ഫൈറ്റ് ഉണ്ടാകുമ്പോ ഞാൻ ഇങ്ങനെയാണോ അടി ഉണ്ടാക്കുന്നത്, ലൈക്ക് എല്ലാ കാര്യം ഞാൻ അങ്ങനെയാണ് കാണാറ് പൊതുവെ. അപ്പൊ ഞാൻ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നോ വിചാരിച്ച് ഞാൻ ചിരിക്കുക ചെയ്തത്. അല്ലാതെ ഈവൻ നന്ദന അന്ന് ചെയ്ത കുറെ ആക്ഷൻസ് കണ്ടിട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചിരിച്ചിട്ടുണ്ട്. ലൈക്ക് ആ വിറയല് കാര്യങ്ങള്. അല്ലാതെ ഐ വാസ് നോട്ട് ലാഫിംഗ് അറ്റ് ദോസ് ഫൈറ്റ് ആൻഡ് ഓൾ. സോ അത്തരത്തിൽ റീപ്ലേസ് ചെയ്യുന്ന കൂട്ടത്തില് ഈ പല സിറ്റുവേഷനിലും കാണുമ്പോൾ ഇത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയി പോയേനെ, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രേക്ഷകരും വിലയിരുത്തുണ്ടാവുന്നില്ലേ? ചിന്തിക്കാറുണ്ട്. ഉണ്ട്. സോ അത്തരത്തിൽ എന്താ മാറ്റാൻ തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താ? എനിക്ക് മാറ്റാൻ തോന്നിയിട്ടുള്ളതോ? എനിക്ക് അങ്ങനെ മാറ്റാൻ തോന്നിയിട്ടുള്ള ക്യാരക്ടർ ഒന്നും ഇല്ല എനിക്ക്. തോന്നിയിട്ടില്ല. അവിടെയുള്ള ആളുകൾ അതുപോലെ തന്നെ എല്ലാവരും ജെന്യുവൻ ആയിട്ട് നിന്നിരുന്നോണ്ടാണ് തോന്നിയിട്ടുള്ളത്. അവിടെ ഞാൻ എന്താ പറയാ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവര് പലരും പല കാര്യങ്ങളും പറഞ്ഞത് എന്നുള്ളത് ആലോചിച്ച് സങ്കടപ്പെട്ട ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഓക്കെ, അവര് അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്, ലെറ്റ് ഇറ്റ് ബി, അവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. സോ എനിക്ക് എല്ലാ കാര്യവും ഇപ്പൊ ഒരു എന്താ പറയാ, ഓക്കെ ലെറ്റ് ഇറ്റ് ബി, അവർക്ക് എന്താ ചെയ്യേണ്ടത് ചെയ്യട്ടെ, ഇതൊന്നും എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കംപ്ലീറ്റ്ലി ഷുവർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പേഴ്സണലായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ള ഇത്ര ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് എവിടേക്കോ ഈ ചിന്തകൾ മാറിയിട്ടുണ്ട് നോറയുടെ? മാതിരി തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോയി കഴിഞ്ഞ സമയത്ത് അവിടെ കുറെ കഷ്ടപ്പാട് അതിന്റെ ഉള്ളിൽ തിരിച്ച് ഞാൻ എന്റെ കംഫർട്ട് സോണിലേക്ക്, അതായത് എന്റെ ഫാമിലി, എന്റെ ചെക്കന്റെ അടുത്ത് എല്ലാം കിട്ടിയ ശേഷം ഞാൻ പിന്നെ എന്തിനാ ലൈക്ക് ഓവർ തിങ്ക് ചെയ്യേണ്ട എന്താ ആവശ്യമുള്ളത്? ഇത് ശരിക്കും ഒരു റിയലൈസേഷൻ ആണ് അല്ലെ? ഉണ്ട്. മാറിയിട്ടില്ല.
കാരണം കൃത്യമായിട്ട് എന്റെ കംഫർട്ട് സോണിലേക്ക് ഞാൻ തിരിച്ചു വന്നു. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ തിരിച്ച് അവരെ കുറിച്ച് പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടായി പോയതാണ് എന്നൊക്കെ മാറ്റുന്നുണ്ട്. ഇത് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്നതിന്, അതായത് 91 ആ ഒരു ദിവസം ലാലേട്ടനോട് പറഞ്ഞ കാര്യമാണ്. അത് അവിടുന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അല്ലാതെ ഞാൻ ഇറങ്ങി വന്ന ശേഷം കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാറ്റി പറഞ്ഞതല്ല, അവിടുന്ന് ഞാൻ പറഞ്ഞ കാര്യം. ഇറങ്ങി വന്ന സമയത്ത് പക്ഷെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും ഈ പറഞ്ഞ വാക്കുകൾ എങ്ങനെ ഇല്ലേ, അവിടുത്തെ എന്താന്നുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് അറിഞ്ഞിട്ടും കണ്ടസ്റ്റൻസിനെ കുറിച്ച് എന്ത് ജിൻഡോ ജാസ്മിൻ ഫേക്ക് ആണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടില്ലേ? അത് ഫേക്ക് ആണെന്നുള്ള രീതിയിൽ പറയാണെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവില് ഗെയിം ഞാനില്ലേ ആ ഒരു ഇന്റർവ്യൂലാണല്ലോ അത് പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂല് ആ ഗെയിമിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അവര് ചോദിച്ചത്, അല്ലാതെ ആ ഒരു പേഴ്സൺ റിയൽ ലൈഫിൽ എന്താണോ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ പേഴ്സണൽ ലൈഫിൽ എന്താണോ ജാസ്മിൻ പേഴ്സണൽ ലൈഫിൽ എന്താണെന്നുള്ളതല്ല ചോദിച്ചിട്ടില്ല. ഗെയിമിന്റെ കാര്യം ആ സമയത്ത് എന്തായിരുന്നു എന്റെ മൈൻഡ് സെറ്റിൽ ഉള്ളതെന്നാ ചോദിച്ചത്. ആ സമയത്ത് അങ്ങനെയായിരുന്നു, അതെല്ലാം ഞാൻ അവിടെ വിട്ടിട്ടുണ്ട് എന്നുള്ളത് വെരി ക്ലിയർലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് പുറത്തിടുന്നതിനെ പറ്റി എനിക്കൊന്നും ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോ ഇപ്പൊ അകത്ത് ബിഗ് ബോസ് എന്താന്നുള്ള ഒരു ഗെയിം ഷോ ആണ്. സോ അവിടെ എന്താണെന്നുള്ളത് ആ വാതിൽ കടന്നു കഴിഞ്ഞാൽ പിന്നൊന്നും ബാധിക്കുന്ന വിഷയമല്ല നോറേനെ, അങ്ങനെയാണോ? എന്നെ സത്യം പറഞ്ഞാൽ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തിനാ ഓവറായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് എന്തിനാ വെറുതെ, എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല. ഇല്ല, ഒരു രീതിയിലേക്കും ഒരു 90 ഡേയ്സിൽ നിന്നു എന്നുള്ള രീതിയിലേക്ക് അതിനപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതും ബാധിച്ചിട്ടില്ല. അത് എന്താ പറയാ, എനിക്ക് അവിടെ ഹേർട്ടായ ഒരൊറ്റ കാര്യം, ഞാൻ ഇല്ലാത്തൊരു വീക്കെൻഡ് എപ്പിസോഡില് കുറെ എന്റെ പേരിങ്ങനെ വന്നപ്പം ഐ വിഷ് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആലോചിച്ച് ആ ഒരു ദിവസം മാത്രം ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേ. അതല്ലാതെ വേറെ എനിക്ക് സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ അത്തരത്തില് മനസ്സിലെ ഇങ്ങനെ ആ കണ്ടസ്റ്റൻസ് ഇങ്ങനെ മാറി മറയുന്നുണ്ട് അല്ലെ? സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ ഒരു സെഗ്മെന്റിലോട്ട് പോട്ടെ. എങ്ങനെ? റെഡി? സോ നോറ, സോ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കുറച്ച് പേരും കൂടി ഞാൻ കൊണ്ടുവരാൻ പോവാണ്. റെഡി? സോ പോന്നോട്ടെ. യെസ്. സോ നോറയ്ക്ക് കുറച്ചുകൂടെ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബോർഡ് വന്നപ്പോ. ഇല്ല. സോ കുറച്ച് പേരോടെ വന്നിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഹൗസിന് അകത്താണെന്ന് തന്നെ കരുതിക്കോളൂ. അപ്പൊ നോറയ്ക്ക് ഇപ്പൊ ഈ മാർക്കർ കൊടുക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ഇനി മൈൻഡുള്ള പോലെ എങ്ങനെയൊക്കെ ഇവരെ വിലയിരുത്താൻ പറ്റാനുള്ള ഒരു സമയം കൂടിയാണ്. സോ ഇത് പിടിച്ചോളൂ. റെഡി? സോ ഇതില് ആരൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ട് നിൽക്കുന്നുള്ള കാര്യത്തില് പുറത്തും അകത്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ? അത്തരത്തിൽ കൃത്യമായിട്ട് നോറയ്ക്കും നോറയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള 2 പേർക്ക് സ്റ്റാർ കൊടുക്കാം. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേർക്ക്, ഇഷ്ടപ്പെട്ടതല്ല ഏറ്റവും ഡിസേർവ് ആയിട്ടുള്ള, ഇഷ്ടം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഡിസേർവിങ് ആയതുകൊണ്ട് ഇഷ്ടമുള്ളാവാം, പേഴ്സണൽ ആവാം. ഓക്കെ, സോ ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള 2 പേർക്ക് സ്റ്റാർ കൊടുക്കാം. അവരെല്ലാം ഡിസേർവ് ചെയ്യുന്നില്ലാത്തവർക്ക് എന്ത് കൊടുക്കാം? വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളവർക്ക് 2 പേരെ വിട്ടുകൊടുക്കാം. ഓക്കെ, ആൻഡ് ഇനി ഒരാളെ ഇനി ബിഗ് ബോസ് ഫിനാലിക്ക് ഒരു രീതിയിലേക്കും ഫൈനലിലോട്ട് എത്താൻ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെന്ന് തോന്നുന്ന ആളെ കീറിക്കളയാം. ആൻഡ് ഒരാളെ കയ്യിലുള്ള മാർക്കർ വെച്ചിട്ട് കരിവാരി തേക്കാം. ഒരു ഇതിലും എലിജിബിൾ അല്ല എന്നുള്ള തോന്നുന്ന ഒരാളെ. ഓക്കെ, ക്ലിയർ അല്ലേ? എനിക്കൊന്ന് സ്റ്റാർ ഇട്ട് തുടങ്ങാം, അങ്ങനെ മതിയോ? 2 പേർക്ക് ഞാൻ സ്റ്റാർ ഇടാം. ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന 2 പേര് ഇതില്. നോറയുടെ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മനോ തൊമ്മിയോ ഒക്കെ ആവാം. ഓക്കെ, ഓക്കെ. പിന്നെ 2 പേര് ഡിസേർവിംഗ് അല്ല എന്നുള്ളത് കാണിക്കണം. പിന്നെ ഒരാളെ എന്നുള്ള രീതിയിൽ ടോപ്പ് 5 വരാൻ ഒരു രീതിയിലേക്കും, അതായത് ഡിസേർവ് ചെയ്യുന്നില്ല മാത്രമല്ല ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കീറിക്കളയാം. പിന്നുള്ളത് കരിവാരിത്തേക്കാം. ഐ മീൻസ് കരിവാരിന്ന് കേട്ടിട്ടില്ലേ? ഐ മീൻ അങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല, വാക്കുപയോഗിക്കാൻ പാടില്ല, എങ്കിൽ പോലും ഐ മീൻ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ, ഇൻ വാട്ട് സെൻസ്? കണ്ടസ്റ്റന്റ് ആയിട്ടും പേഴ്സൺ ആയിട്ടും എങ്ങനെയാണെങ്കിലും. ഓക്കെ, സോ എനിക്കൊന്ന് സ്റ്റാറിൽ തുടങ്ങാൻ തോന്നുന്നു. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ നോർക്ക് ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്നുള്ള രീതിയിലല്ല, ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടും എനിക്ക് ഗെയിംസ് പുറത്തിറങ്ങിയിട്ടും അകത്തുള്ള ഗെയിംസ് എല്ലാം കൂടി വിലയിരുത്തിട്ട് ഞാൻ സ്റ്റാർ മൊത്തം കാണുന്ന പോലെ സ്ക്രീനിൽ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർ അർജുൻ ആണ്. ആൻഡ് എന്തുകൊണ്ട് നിങ്ങളോട് അതിന്റെ ഒപ്പം പറഞ്ഞോ? എന്തുകൊണ്ട് വരാണെങ്കിൽ അവന്റെ ജേർണി. ഓക്കെ, ലൈക്ക് ടോട്ടൽ ജേർണി നോക്കുന്ന സമയത്ത് എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജാസ്മിനെ തോന്നിയിട്ടുണ്ട്. ജാസ്മിനാണ് അടുത്ത സ്റ്റാർ കിട്ടിയിട്ടുള്ളത്.
ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് എന്നുള്ള രീതിയിലല്ല, ബട്ട് പുറത്തിറങ്ങിയ ശേഷം ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്തുള്ള ആ ഒരു ജേർണി, പിന്നെ ഏറ്റവും അവസാനം ഫിനാലയുടേക്ക് ആ ഒരു ലൈഫ് ലൈക്ക് അവിടുത്തെ ഒരു ജേർണി കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴും എനിക്ക് അത്രയും ഇൻപുട്ട് കാര്യങ്ങൾ വന്നുകൊണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ അതിന്റെ അകത്തായിരുന്നെങ്കിൽ സ്റ്റാർ കൊടുക്കില്ലായിരുന്നു. ഇല്ല, കൊടുക്കില്ല. ഇല്ല. ഓക്കെ, സോ ക്രോസ് ഇനി ആർക്കാ ക്രോസ്? രണ്ടുപേരെ ഡിസേർവ് ചെയ്യാത്ത രണ്ടുപേരെ. ഡിസേർവ് ചെയ്യാത്ത രണ്ടുപേരെ പറയുമ്പോൾ അല്ലെ, ഡിസേർവ് ചെയ്യാത്ത രണ്ടുപേരെ ഫൈനൽ 6 ഡിസേർവ് അവര്. പക്ഷെ നിങ്ങൾ പിന്നെയും ചോദിച്ചിട്ടില്ലെന്നോ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ അല്ലേന്നോ, എന്താ പറയാ ഫൈനൽ 5 പറ്റാത്ത ഒരാളെ പിന്നെ കീറണം എന്ന് പറഞ്ഞു. അപ്പം 3 പേരാണോ ശരിക്കും ക്രോസ് എന്നുള്ള രീതിയിലേക്ക്? അത്രത്തോളം ഓക്കെ എന്നുള്ള രീതിയിലേക്ക്, ഐ മീൻ അത്രത്തോളം ഡിസേർവ് ചെയ്യുന്നില്ല എന്നാലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലേക്ക്. കൺഫ്യൂസ്ഡ് ആണോ? അല്ലല്ല, ഒന്ന് ഇത് ഓക്കെ, ഋഷിയാണ്. പിന്നെ ഋഷി ആൻഡ് ചിൻഡു ആണ്. ഓക്കെ, ഡിസേർവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അഭിഷേക് ഉണ്ട്, ശ്രീതു ഉണ്ട്. സോ ഒരാളെ ഒരു രീതിയിലേക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ ഒരു രീതിയിലേക്കും പറ്റാത്ത ഒരാളെ കീറിക്കളയാം. ആസ് എ ഗെയിമർ ആണ്, ബട്ട് ആസ് എ പേഴ്സൺ ഷീസ് എവിടേക്കോ ഒരു പേഴ്സണൽ രീതിയിലേക്ക് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല, പേഴ്സൺ എന്നുള്ള രീതിയിൽ ഷീസ് നൈസ്, ബട്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ എന്താ അവിടെ കൊടുത്തെന്നുള്ളത് എനിക്ക് അറിയൂല. ഉണ്ട്. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്യാരക്ടർ വൈസ് ആയിട്ട്, ഗെയിമർ ആയിട്ടെന്നുള്ള രീതിയിലേക്കും. ക്യാരക്ടർ വൈസ് ഞാൻ ഒരിക്കലും പറയില്ല. ക്യാരക്ടർ വൈസ് അവള് ഭയങ്കര നല്ല ആളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ശ്രീദത്തിന് ദിവസം എന്താ ചെയ്തെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ട്. ബ്ലാക്ക് മാർക്ക് കൊടുക്കാൻ തോന്നുന്നത് അഭിഷേകനാണോ? ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്, ഷെയ്ഡ് ചെയ്തോളൂ. ഗെയിമിൽ കേട്ടോ, ഗെയിമില് അത് എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാവോ? മൈൻഡ് ഗെയിം ആണ് എന്ന് പറഞ്ഞിട്ട് പലതൊന്നും മാറി നിൽക്കുന്നതും, പിന്നെ ഫുൾ ടൈം ഈ ബീൻ ബാഗിൽ ഇരിക്കുന്നതും, പല കാര്യങ്ങളും ഇറങ്ങി കളിക്കാത്ത മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മൈൻഡ് ഗെയിം ആക്ച്വലി ബിബിയുടെ ഒരു ഭാഗമല്ലേ? മൈൻഡ് ഗെയിം ബിബിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പൊ ടോട്ടൽ ആള് അത്രയും ദിവസം അവിടെ വന്ന് നിന്നതില് കൂടുതലും ആളെ കണ്ടിട്ടുള്ളതോ റെസ്റ്റ് എടുക്കുന്നതായിട്ടേ കണ്ടു. ടാസ്ക് ആള് ചെയ്യുന്നില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ടാസ്ക് ചെയ്യുന്നില്ല എന്നോ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എന്നാലും എന്താ പറയാ, ടോട്ടൽ കൊടുത്തത് എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആസ് എ കണ്ടസ്റ്റന്റ് കേട്ടോ. ഇതിൽ ഇത്ര കാണിച്ച സമയത്ത് ഈ രണ്ടുപേർക്ക് സ്റ്റാർ കൊടുക്കാൻ പറഞ്ഞു. അതില് ഇപ്പൊ ജാസ്മിന് ഓൾറെഡി സ്റ്റാർ കൊടുത്തു. പക്ഷെ അത് എവിടേക്കും അംഗീകരിക്കൽ കൂടിയാണ് ജാസ്മിനെ, അല്ലെ? കണ്ടസ്റ്റന്റ് എന്നുള്ള ഇതിലേക്ക്. പക്ഷെ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വീടിനകത്ത് ഈ അംഗീകരിക്കൽ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് ഞാനാണല്ലോ ബെറ്റർ. അതിപ്പം എത്ര ഓപ്പോണന്റ് വരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഞാനാണ് ബെറ്റർ. അപ്പം അവിടെ ഞാൻ എന്റെ ഗെയിമും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഗെയിമും നോക്കുന്ന സമയത്ത് തീരെ മാച്ച് ഇല്ലാത്ത, തീരെ ഒരു രീതിയിലും എന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഓഡിയൻസ് ആയി നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഷോക്ക് എന്ത് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി അവൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ, ഒരു ഗെയിമർ എന്ന രീതിയിലേക്കാണ് അത് അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്റെ ലൈഫിന്റെ പാർട്ട് കൂടിയാണെന്നുള്ള രീതിയിലേക്ക്, അല്ലെ? ബിഗ് ബോസ് ആണ്. സോ എന്റെ ലൈഫിലെ പാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബിഗ് ബോസിന് അകത്ത് ഉണ്ടായിരുന്നവർ കൂടി ആ ലൈഫിന്റെ പാർട്ടാണ്, അല്ലെ? അവർ നല്ലതോ ചീത്തോ ആയിക്കോട്ടെ, നോറ കാണുന്നത്, അവരെ കാണുന്ന ഒരു വ്യൂ പെർസ്പെക്റ്റീവ് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, നോറയുടെ രീതിയിലേക്ക് അവരെ കാണുന്ന അത്തരത്തിലാണ്, അല്ലെ? ശരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് വന്ന് ഒരു രീതിയിലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ കുറെ അഗെയിൻസ്റ്റ് ആയി നിന്നിരുന്ന ഒരാളാണ് ജാസ്മിന്, അല്ലെ? പുറത്ത് വന്നപ്പോഴാണ് ഈ മാറ്റം വരുന്നത്. നേരത്തെ നോറോട് തന്നെ ചോദിച്ചു നേരത്തെ. പക്ഷെ ഇതിനൊപ്പം തന്നെ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് ഞാൻ നോറോട് ചോദിച്ചിരുന്നു, വീടിനകത്താണെങ്കിൽ ജാസ്മിന് കൊടുക്കുമെന്നുള്ളത്. നോറ എടുത്ത വഴിക്ക് പറഞ്ഞു, ഇല്ല അകത്തായിരുന്നു ഞാൻ കൊടുക്കില്ല. സ്റ്റാറിന്റെ കാര്യമാണ് ഞാൻ കൊടുക്കൂല പറഞ്ഞ, അല്ലാതെ അവൾ അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞത് സ്റ്റാറിന്റെ കാര്യം, സ്റ്റാറിന്റെ കാര്യമുള്ളൂ. അതിനകത്ത് കൊടുക്കില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാനാണല്ലോ ബെറ്റർ, അത് ഞാൻ വേറൊരാൾക്ക് തന്നെ സ്റ്റാർ കൊടുക്കില്ല. ഇപ്പൊ നോറ ഇപ്പൊ അതിന്റെ അകത്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാൻ പറയുന്നതാണല്ലോ ഇപ്പൊ ഗെയിം. ഇപ്പൊ ഇതിൽ ഞാൻ നോറയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ വേറെ ആൾക്കാണ് കൊടുക്കാൻ പറ്റുക. അപ്പൊ അതിനകത്താണെന്നുണ്ടെങ്കിൽ പോലും കൊടുക്കുന്നില്ല പറഞ്ഞു. ഒരു ഡബിൾ സ്റ്റാൻഡ് ആയി. ഇല്ല അത് നിങ്ങൾക്ക്
ക്ലിയർ ആവാൻ. ആക്ച്വലി നിങ്ങൾക്ക് അതിന്റെ ഉള്ളില് ഇപ്പൊ ഞാനും ജാസ്മിനും വെക്കുന്ന സമയത്ത് എനിക്ക് ആ ആൾക്ക് അങ്ങനെ ഗെയിം ലൈക്ക് ആ ഒരു സ്റ്റാർ കൊടുക്കേണ്ട മാതിരി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അല്ലാതെ ഒരു ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ ഒരു ഇപ്പൊ നിങ്ങളോട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ബോർഡിലേക്ക് നോക്കി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഞാൻ അവിടെ ആയിരിക്കും നോക്കിയിട്ട്. അപ്പൊ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണ്. സോ അവിടെ നിൽക്കുമ്പോൾ എന്റെ പെർസ്പെക്റ്റീവും ആസ് എ ഓഡിയൻസ് എന്നുള്ള പെർസ്പെക്റ്റീവും രണ്ടും ഡിഫറെന്റ് ആണ്. ബിക്കോസ് ഒന്ന് അവിടെ ഞാനായിട്ട് ഗെയിം കളിക്കാണ്, മറ്റേത് ഞാൻ ഒരു ഗെയിമിനെ വിലയിരുത്താണ്. അപ്പൊ അത് ഡബിൾ സ്റ്റാൻഡ് അല്ല, രണ്ട് പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ആണ്. അങ്ങനെ കാഴ്ചപ്പാടുകൾ പുറത്തോട്ട് വരുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാഴ്ചപ്പാടുകൾ മാറല്ല, പെർസ്പെക്റ്റീവ് ഈ ആംഗിളിൽ ഉള്ള ആൻസർ ഇതാണ്, ഈ ആംഗിളിലുള്ള ആൻസർ ഇതാണ്, ആൻസറുകളേ ഉള്ളൂ. അല്ല ഉത്തരങ്ങൾ പെർസ്പെക്റ്റീവ് അത് തന്നെയല്ലേ, അത് രണ്ടും ഒന്ന് തന്നെയല്ലേ. സോ അത്തരത്തിൽ മാറുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വരുന്ന സമയത്ത് ജാസ്മിൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ് അല്ലെ, സംസാരിച്ചിരുന്ന ഒരാളാണ്, ഗെയിം ആയിട്ട് പുറത്ത് വരുമ്പോ അത് മാറുന്നുണ്ട്. പുറത്ത് വരുമ്പോ ഞാൻ എന്റെ ലൈഫിൽ ബിസിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോറയുടെ കാര്യത്തിൽ നോറ തന്നെ വീക്ഷിക്കുന്നത് പുറത്ത് വരുമ്പോ നോറയെ കൂടിയുള്ള വീക്ഷണം മാറുന്നുണ്ടോ? നോറെ തന്നെ കണ്ടത് ഇല്ല. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ അവിടെ പോകുന്നത് അവിടെ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി, ഗെയിം കളിച്ചു, അവിടെ കഴിഞ്ഞു, അത് അവിടെ തീർന്നു. പിന്നെ അത് വെച്ച് ഞാൻ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് ഇന്നിന്റെ വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, അല്ലാതെ ആ ലൂപ്പിൽ തന്നെ പെട്ടിരിക്കാൻ എനിക്ക് അതിനുള്ള ടൈം എനിക്കില്ല. ഇല്ല. ഇതില് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടോ, ഇതില് വിന്നർക്ക് സ്റ്റാർ കൊടുത്തിട്ടില്ല അല്ലെ, വിന്നർക്ക് ഓൾറെഡി വിട്ട കൊടുത്തിട്ടുള്ളേ. അപ്പോ ശരിക്കും നോറയുടെ ഒരു ഇതില് ഈ രണ്ടുപേരാണ് ഫൈനൽ 2 അല്ലെ, സ്റ്റാർ കിട്ടിയ രണ്ടുപേര്. സോ എങ്കിൽ അർജുൻ ഓർ ജാസ്മിൻ ആരാ വിന്നർ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അർജുനാണ്. ആണ്. വൈ? ടോട്ടൽ ജേർണി നോക്കുന്ന സമയത്ത് എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എ ഗെയിമർ എല്ലാം നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മറ്റേത് ഗെയിമർ എന്നുള്ള രീതിയിലാണ് സ്റ്റാർ. പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയൂല. ലൈക്ക് ശരിക്കും ബിഗ് ബോസ് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ പേഴ്സൺ ആണോ നോക്കണ്ടേ, ഗെയിമർ ആണോ നോക്കണ്ടേ? രണ്ടും നോക്കണം അല്ലെ. ഞാനൊരു ഓഡിയൻസ് ആണെങ്കിൽ രണ്ടും നോക്കുമായിരിക്കും. പക്ഷെ ബാക്കി ഒരു ലോട്ട് ഓഫ്, അതായത് 3.5 കോടി ജനങ്ങൾ എങ്ങനെ കാണാന്നുള്ളത് എനിക്ക് അത് കൺട്രോൾ ചെയ്യാനോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം എന്ന് എനിക്ക് പറയാനോ പറ്റില്ല. ഐ കാന്റ് ഡു ദാറ്റ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതി ഏത് രീതിയിലാണെന്നുള്ളത് നോറ വിശ്വസിക്കുന്നത്? ഇത് വ്യക്തികളെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗെയിമർ എന്ന രീതിയിലേക്ക് ഇവിടെ വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ടാണോ? പക്ഷെ അവിടെ കാണിക്കുന്നത് എല്ലാവരും ജെനുവനോ ഒരു ഒറിജിനൽ വേർഷൻ ആയിരിക്കില്ലല്ലോ, ഫേക്ക് ആയിരിക്കില്ല കുറെയൊക്കെ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് എല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. കാഴ്ചപ്പാട് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ആ ഒരു വീട്ടിലുള്ള ആളുകളായിട്ട് ഭയങ്കര പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിപ്രായ വ്യത്യാസം വെച്ചാൽ അത് ഗെയിമിന്റെ ഒരു പാർട്ടാണ്. അല്ലാതെ ഞാൻ ഒരാളെ പോലും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് അവിടെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ഞാൻ 91 ഡേയ്സ് ഞാൻ നിന്നിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും ലാലേട്ടന്റെ അടുത്തുനിന്ന് എനിക്ക് ചീത്ത കേട്ടത് വളരെ ചീത്ത കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും നോക്കിയിട്ടാണ് അത് എന്റെ വ്യക്തിത്വമാണ് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്ക് ടോട്ടൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നു, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ തിരുത്തി അവർക്ക് നല്ലത്. ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു എന്റെ ഗെയിം. എവിടേക്കോ ഈ പരസ്പര മത്സരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വാക്കുകൾ ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല അല്ലെ? ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല അല്ല, നോറ സംസാരിച്ചു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നോറ സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും എവിടേക്കാണ് അത് ഭയങ്കര തോക്കിൽ കയറി വെടിവെക്കുന്ന ആളാണ് അല്ലെ? അങ്ങനെയൊന്നുമില്ല. കംപ്ലീറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞു എന്നാണോ പറയണെന്നുള്ള ചിന്തകൾ, ഈ മുൻവിധികൾ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. മുൻവിധികൾ ഉണ്ട്, അതിനല്ലേ ഏറ്റവും വലുത്. ഞാൻ നിങ്ങൾ അങ്ങനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇല്ല, മുൻവിധികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലാത്ത അല്ലെ? അത് നിങ്ങളെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായം. ലെറ്റ് ഇറ്റ് ബി. എങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഞാനൊരു കാഴ്ചപ്പാടിനെ പറ്റി ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പറഞ്ഞില്ല. എന്നെ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്നെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ 91 ഡേയ്സിൽ എന്നെ മനസ്സിലാക്കിയ ഒരു നോറ ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് നോറ പറഞ്ഞ ഒരു വ്യക്തിനെ പറ്റിയ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഉണ്ടാവും. അതില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കള്ളം പറഞ്ഞ പോലെ. ആ 91 ഡേയ്സിൽ കണ്ട ഒരു പ്രേക്ഷകനെ അല്ലെങ്കിൽ പ്രേക്ഷകയ്ക്ക് കണ്ട് മനസ്സിലാക്കിയ നോറ അത് ശരിയാണോ? ശരിയാണ് ആണ്. പക്ഷെ ഈ കാഴ്ചപ്പാട് ആളുകളുടെ മാറുണ്ടാവില്ലേ? അതിനനുസരിച്ച് ശരിയായിരുന്നെങ്കിൽ നോറ കൊടുത്തെല്ലാം ഈ പോസിറ്റീവ് വൈബ് ആണെങ്കിൽ പുറത്ത് ഈ പ്രേക്ഷകർ എല്ലാവരും നോറയെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് അല്ലല്ലോ. എല്ലാവരും പോസിറ്റീവ് ആണോ?
ചിന്തകൾ എല്ലാവരുടെ ചിന്തയും പോസിറ്റീവ് ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞത് മാറില്ല. അല്ലെ, ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സി, അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആളുകൾ എന്റെ ചുറ്റുമുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്, അത് മതി എനിക്ക്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. മാറും, അത് ഞാൻ പറഞ്ഞു. കാഴ്ചപ്പാട് മാറുന്നില്ല. നേരത്തെ നോറ പറഞ്ഞു ഓൾറെഡി, എന്നെ പുറത്ത് കണ്ടിരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഞാൻ പുറത്ത് ശരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പുറത്ത് നോറയെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമാണ് വേണ്ടത് അല്ലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ പറയുക, നിങ്ങൾ തോക്കി കയറി വെടിവെക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ നിങ്ങളെ കാഴ്ചപ്പാടിനെ പറ്റിയാ പറഞ്ഞത്, നോട്ട് ജനങ്ങളുടെ കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിന് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ 3.5 കോടി ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. വെടിവെക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടല്ല, എനിക്ക് കിട്ടിയ കാര്യമാണ്. ഇപ്പൊ അതിന്റെ ഉത്തരവായിട്ട് അത് പറഞ്ഞേ, അതല്ലാതെ അത് വിലയിരുത്തലല്ല. അപ്പൊ ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ഒരു ശൈലിയിൽ പറഞ്ഞു പോയ കാര്യമാണ്. നോറ ഇപ്പോഴും അവിടെയാണ് നിൽക്കുന്നത്. വരൂ, നിങ്ങൾക്ക് അങ്ങനെ തോന്നാണെങ്കിൽ അല്ല, ഞാൻ ആ സാധനം ഒരു ചോദ്യം കംപ്ലീറ്റ് ആണെങ്കിൽ മുമ്പ് പറയുമ്പോൾ ഒരു ഇതാണ് അല്ലെ, ഒരു മുൻവിധിയോട് കൂടി എടുക്കരുത് എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ നിങ്ങൾ കരുതിക്കോ. ഇത് കരുതലല്ല, നോറ വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. യെസ്. സോ എന്തായാലും ഒരു സെഗ്മെന്റിലോട്ട് പോവാണ്, പറയാതെ വയ്യ. പറയട്ടെ, ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയും. അപ്പൊ അതിലേക്ക് എന്താണ് നോറയുടെ അഭിപ്രായം എന്നുള്ളതാണ് കേൾക്കണ്ടേ. ഓക്കെ, യെസ്. അപ്പോ ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അത് കേൾക്കുമ്പോൾ എന്താണ് പറയാൻ തോന്നിയെന്നുള്ള കാര്യം പറയാം. റെഡി? സോ പറയാതെ വയ്യ. അർഹമായ വിജയം കിട്ടാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്തുപോയ മത്സരാർത്ഥിയാണ് നോറ. ആയിക്കോട്ടെയാണെന്നുള്ളൂ, അതിനൊരു പ്രതികരണം ഇല്ലേ നോറയ്ക്ക്? ഐ മീൻ, അങ്ങനെ തോന്നുന്നുണ്ടോ? അർഹമായിട്ടുള്ള ഒരു അംഗീകാരോ വിജയമോ കിട്ടാതെ പുറത്തുപോയ ഒരാളാണ് നോറാന്ന്. സി, ഞാൻ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. സോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനത് പറയാം. പ്രിപ്പയർ ചെയ്യാത്ത ഒരാളായോണ്ട് ഞാനല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യേണ്ടത് ജനങ്ങളാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് ഞാനാണ് ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഉണ്ട്. വിജയമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു കപ്പ് കിട്ടിയില്ലെങ്കിലും ഒരു ബിഗ് ബോസിൽ വന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരു വിജയമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് കുറെ അംഗീകാരം കിട്ടിയതിലും, അംഗീകാരം ഇൻ ദ സെൻസ് എനിക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബിന്റെ ചുറ്റും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്ത് എനിക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നെഗറ്റീവ്സ് ഇങ്ങനെ പോയി വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോഴും ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് തന്നെ വന്നുകൊണ്ട് ഞാൻ ടോട്ടലി ഞാൻ ഹാപ്പിയാണ്, എന്റെ സോൾ ഹാപ്പിയാണ്. ഓക്കെ. വലിയൊരു ശത്രു നോറ പോലും അറിയാതെ ഹൗസിൽ ഒളിഞ്ഞിരിക്കുന്നതായി അപ്രതീക്ഷിതമായ പുറത്താകലിന് കാരണം അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും അത്തരത്തില് കരുനീക്കിയതായിട്ടോ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിരുന്നു തോന്നുന്നുണ്ടോ? പുറത്തു വരുമ്പോ അങ്ങനെ അറിയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. യെസ്. ജിൻഡോ കപ്പടിച്ചതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷമാണ് നോറയ്ക്കുള്ളത്. ആത്മാർത്ഥമായിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ അതിൽ ആർക്ക് കിട്ടിയാലും ഞാൻ ഹാപ്പി എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആര് ജയിച്ചാലും ഓക്കെ ആണ്. ഈ ആര് ജയിച്ചാലും ഓക്കെ ആണ് എന്നുള്ളതല്ല, ജിൻഡോ ചേട്ടൻ ജയിച്ചാലും എനിക്ക് അത് അതിൽ അത്രത്തോളം ആത്മാർത്ഥമായ സന്തോഷമാണുള്ളത്. അല്ലെങ്കിൽ ഒരു വിന്നർ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആരെ വേണമെങ്കിലും വിന്നർ. ഇത് എന്താ നിലപാട്? ഇതിൽ ഏതാ? അവിടെ ഞാൻ 91 ഡേയ്സിൽ എന്റെ ഗെയിം തീർന്നു. അതിൽ ആര് ജയിച്ചാലും മനസ്സറിഞ്ഞ് ഞാൻ അതിൽ ഞാൻ ഹാപ്പി. ഓക്കെ, ജിൻഡോ ചേട്ടനാണെങ്കിൽ ഓക്കെ, അത് അർജുൻ ആണെങ്കിൽ അതിൽ ഓക്കെ, അത് ആരാണെങ്കിലും അതിൽ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യണം. ഫെയർ ഓർ അൺഫെയർ എന്തായാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഐ മീൻ ആത്മാർത്ഥമായ സന്തോഷമാണ് ഉണ്ട്. ആൻഡ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പുറത്ത് പല തവണ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അബദ്ധങ്ങളോ? ഇല്ല. വാക്കുകളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. ഇല്ല. ആലോചിക്കുന്നത് പറഞ്ഞു വഴിക്ക് ഇല്ല, ഞാൻ ആലോചിക്കുന്നില്ല. എന്റെ ആലോചന നിങ്ങൾക്കല്ലല്ലോ അറിയാം. അങ്ങനെ ആലോചന നമ്മൾ ഒരാൾ ചിന്തിക്കുന്ന എന്നുള്ള രീതിയിലേക്ക് കണ്ടാൽ നമുക്ക് ഫേസിൽ ഇല്ല. എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ബട്ട് അതല്ലല്ലോ. അതല്ല നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചോദിച്ച ആൻസർ. എന്റെ ചിരിനെ പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടില്ലെന്നല്ല നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത്. ആ ചിരിയിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പം എന്റെ മുഖഭാവം മാറുന്നതും ഭാവങ്ങളിലും. സോ അത് മുൻപും ഉണ്ടോ? ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണോ? ശേഷമാണ്. അതിനു മുമ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എപ്പോഴും കൂടുതൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഓഡീഷൻ കൊടുക്കുന്ന സമയത്തും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന ആ ഒരു ടൈമിലും നോറ ഇതുപോലെ ചിരിച്ചു നിൽക്കണേ പറഞ്ഞിട്ടാണ് അവരെല്ലാരും എന്നെ പറഞ്ഞയച്ചതും. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് മറന്നുപോയി. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് അത് തിരിച്ചു കിട്ടും ചെയ്തു. എവിടെയോ നഷ്ടപ്പെട്ടു പോയോ ഇടയ്ക്ക്? അതുകൊണ്ടല്ലേ കുറെ ദിവസം കരഞ്ഞെത്തിരുന്നേ. എന്തുകൊണ്ടാ ശരിക്കും സ്വയം തോന്നിയില്ലേ ഈ ചിരി എപ്പോഴും ഉള്ള ഒരാൾ എവിടേക്ക് ഇത് മറഞ്ഞു പോകണമെന്നുള്ള സ്വയം ഒക്കെ തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് ഭയങ്കര കഷ്ടമായിരുന്നു. ലൈക്ക് ഇങ്ങനെ
ലൈക് ഞാൻ എന്തിലൂടെ പോകുന്നതെന്ന് എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് അത് കഴിഞ്ഞില്ലേ. ഓക്കെ. ആൻഡ് ജാസ്മിനെ പോലെ ഒരു ഗെയിമറെ ശത്രുവായി പ്രഖ്യാപിച്ച നോറയുടെ എവിക്ഷനിലേക്ക് കാരണമായി. എങ്ങനെ ജാസ്മിനെ പോലെ ഒരു കണ്ടസ്റ്റൻസിനെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് ശത്രുവായിട്ട് പ്രഖ്യാപിച്ച നോറയുടെ ഒരു എവിക്ഷന് കാരണമായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. ബിക്കോസ് ഞാൻ വേഴ്സസ് ബാക്കി 19 പീപ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ജാസ്മിൻ അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരേ രീതിയിൽ എന്റെ ഒപ്പോണന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഗെയിം കളിച്ചത്. ആരെങ്കിലും പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ്? നിങ്ങളിപ്പോ എന്റെ ടോട്ടൽ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും എഗെയിൻസ്റ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നോറ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ടോ? എന്നെയോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. പ്രത്യേകമായിട്ട് നോറ എനിക്കൊരു ഭീഷണിയാവും, എനിക്കൊരു ചലഞ്ച് ആയിരിക്കും എന്ന് ആരെങ്കിലും? ഇല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കെതിരെ എല്ലാരും പ്രവർത്തിച്ചിട്ടില്ല. എന്നോട് ഓപ്പോസിറ്റ് വരാത്ത ആരാ ഉണ്ടായിരുന്നു അവിടെ? അങ്ങനെ ഏറ്റവും കൂടുതൽ എല്ലാരും സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാരും ഉണ്ടായിരുന്നു.